പശ്ചിമേഷ്യയിൽ ഇറാനും യുഎസും തമ്മിലുള്ള സംഘർഷ സാധ്യത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ചർച്ചയിൽ വിജയമാകുമോ എന്നതിൽ സംശയം പ്രകടിപ്പിച്ച ഇസ്രയേൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി മേഖലയിലെ അനുകൂല സംഘങ്ങൾക്കുള്ള ആയുധവും സാങ്കേതികവിദ്യയും നൽകുന്നതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച ചെയ്തുവെന്ന് നെതന്യാഹു അറിയിച്ചു. വിഷയത്തിൽ ട്രംപ് തന്നോട് അഭിപ്രായം ചോദിച്ചെന്നും താൻ നിലപാട് അറിയിച്ചുവെന്നും നെതന്യാഹു വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ വൈറ്റ് ഹൌസിൽ 3 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ ഇറാനുമായുള്ള ആണവ ചർച്ചകളും പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങളുമാണ് പ്രധാനമായും വിഷയമായത്. ഇറാനുമായി ഒരു നയതന്ത്ര കരാറിലെത്താനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചു. ഇറാനുമായി നിലവിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകൾ തുടരണമെന്ന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത്. ഇറാൻ അമേരിക്ക ചർച്ചയിൽ ഇറാനുമായി ധാരണയിലെത്താനാകുമോ എന്നതിൽ നെതന്യാഹു സംശയം പ്രകടിപ്പിച്ചു. ട്രംപ് മുന്നോട്ട് വെച്ച നിബന്ധനകൾ ഇറാനുമായി ധാരണയ്ക്ക് സഹായിക്കാൻ സാധ്യതയുണ്ടെന്നും നെതന്യാഹു വ്യക്തമാക്കി. അതിനിടെ ഇറാനുമായി യുദ്ധത്തിന് അമേരിക്കയ്ക്ക് നിലവിൽ താൽപര്യമില്ല എന്നും ഡീലിലെത്താനാണ് ശ്രമമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഇത് പറഞ്ഞത്. കഴിഞ്ഞ തവണ ഡീലിന് ഇറാൻ വഴങ്ങാതെ വന്നതോടെയാണ് ആക്രമിക്കേണ്ടി വന്നത് എന്നും ഇത്തവണ ഇറാൻ കുറേക്കൂടി പ്രായോഗികമായി പ്രവർത്തിക്കുമെന്നാണ് കരുതുന്നത് എന്നും ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇറാനുമായി ചർച്ചകൾ തുടരുകയും ഒപ്പം ഡീലിൽ എത്തിച്ചേരാനാകുമോ എന്ന് പരിശോധിക്കുകയുമാണ്. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഫലം എന്താകുമെന്ന് കാത്തിരുന്നു കാണാം. കഴിഞ്ഞ തവണ ഇറാൻ ഡീലിന് തയ്യാറായില്ല. അതുകൊണ്ട് മിഡ്നൈറ്റ് ഹാമർ പ്രയോഗിക്കേണ്ടി വന്നു. അവർക്കത്ര നന്നായല്ല അത് ഭവിച്ചത്. ഇക്കുറി കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടെ ഇറാൻ പെരുമാറുമെന്ന് കരുതുന്നു എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. അതേസമയം കൂടുതൽ സ്വീകാര്യമായ ഒരു ആണവ കരാറിന് ഇറാനും യുഎസും തയ്യാറെടുക്കുകയാണെന്നും തുർക്കിയിലെ ഉന്നത നയതന്ത്രജ്ഞൻ വെളിപ്പെടുത്തിയതായി ഫിനാൻഷ്യൽ ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ചർച്ചയിൽ ഇറാൻ ബാലിസ്റ്റിക് മിസൈലിനെ കൂടി ഉൾപ്പെടുത്താൻ അമേരിക്ക തീരുമാനിച്ചാൽ അത് യുദ്ധത്തിലാകും കലാശിക്കുകയെന്നും ചർച്ചകളിൽ നിർണായക പങ്കുവഹിച്ച തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാനും വ്യക്തമാക്കുന്നു. കരാറിൽ എത്തിച്ചേരണമെന്ന് ഇറാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന ഇറാന്റെ മുൻ അനുഭവവും കഴിഞ്ഞ യുദ്ധവും ഇതിന് വിഘാതം സൃഷ്ടിക്കുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ആത്മാർത്ഥമായ ശ്രമമുണ്ടായാൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ നിയന്ത്രണം കൊണ്ടുവരാനും ആണവ കേന്ദ്രങ്ങളിലെ പരിശോധനയ്ക്ക് മുൻപ് അനുവദിച്ചതുപോലെ ഇറാൻ തയ്യാറായേക്കുമെന്നാണ് തുർക്കി സൂചന നൽകുന്നത്. എന്നാൽ അജണ്ടയ്ക്ക് പുറത്തുള്ള കാര്യങ്ങളിൽ യുഎസ് കൂടുതൽ ബാലിശമായ നിലപാട് സ്വീകരിച്ചാൽ ചർച്ച മുന്നോട്ടു പോകില്ലെന്നും യുദ്ധമുണ്ടാകുമെന്നും തുർക്കി വ്യക്തമാക്കുന്നു. യുഎസ് പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്നറും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയുമായി മസ്കറ്റിൽ വെച്ച് കഴിഞ്ഞയാഴ്ചയാണ് ഔദ്യോഗികമായി ചർച്ച നടത്തിയത്. ഒമാനും ഈജിപ്തുമാണ് ഇതിനായി പ്രയത്നിച്ചതെന്നും വേണ്ട നടപടികൾ കൈക്കൊണ്ടതും. 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ഇറാൻ യുഎസ് ചർച്ചകൾക്ക് കളമൊരുങ്ങിയത്. ആദ്യഘട്ട ചർച്ചകൾ തൃപ്തികരമായിരുന്നുവെന്നും അടുത്ത ഘട്ടം വൈകാതെ ഉണ്ടാകുമെന്നുമാണ് ഇരുപക്ഷവും പ്രതികരിച്ചത്. ഇസ്താംബൂളാകും ചർച്ചയ്ക്ക് വേദിയാകുക എന്നായിരുന്നു ആദ്യം തീരുമാനമെങ്കിലും ഒമാൻ മതിയെന്നും ആണവ കാര്യമല്ലാതെ മറ്റൊന്നും ചർച്ച ചെയ്യില്ലെന്നും ഇറാൻ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഇറാന്റെ മിസൈൽ പദ്ധതികൾ ഗറില്ല ഗ്രൂപ്പുകളുമായുള്ള സായുധ സാമ്പത്തിക ബന്ധങ്ങൾ തുടങ്ങി ചർച്ച ചെയ്യണമെന്നായിരുന്നു യുഎസ് വാദിച്ചത്. ഇതാണ് ഇറാൻ തുടക്കത്തിലേ തള്ളിയത്. ഇറാനുമായി ആണവ ചർച്ച തുടരുന്ന സാഹചര്യത്തിൽ സമ്മർദ്ദം ശക്തമാക്കാനാണ് യുഎസിന്റെ നീക്കം. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ നിയന്ത്രിക്കണമെന്നതടക്കം യുഎസ് ആവശ്യപ്പെടുന്നുണ്ട്. ഉപരോധങ്ങൾ നീക്കുമെങ്കിൽ ആണവ പദ്ധതിയെ പരിമിതപ്പെടുത്താനുള്ള കരാറിന് ഇറാൻ തയ്യാറാണ്. എന്നാൽ ആണവ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കില്ലെന്നും മിസൈൽ ശേഷി അടക്കം രാജ്യത്തിന്റെ പ്രതിരോധ വിഷയങ്ങളിൽ ആരും ഇടപെടേണ്ട എന്നുമാണ് ഇറാൻ ആവർത്തിക്കുന്നത്. 80ഓളം യുദ്ധവിമാനങ്ങളെ വഹിക്കാൻ ശേഷിയുള്ള ജോർജ് W. ബുഷിനൊപ്പം ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ ഘടിപ്പിച്ച അകമ്പടി കപ്പലുകളും ഉണ്ടാകും. നിലവിൽ USS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനിയുടെ നേതൃത്വത്തിലെ US നാവിക വ്യൂഹം ഇറാനിലേക്ക് ഏതു നിമിഷവും വ്യോമാക്രമണം നടത്താൻ സജ്ജമായി അറബിക്കടലിൽ തുടരുകയാണ്. ഇറാനുമായി ആണവ ചർച്ച തുടരുമെന്ന് ട്രംപ് പറയുകയും ചെയ്തു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി വൈറ്റ് ഹൌസിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയ്ക്കിടെയാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ ഇറാന് ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.